നാട്ടുവിശേഷങ്ങളിലേക്ക് എല്ലാ മാന്യ പ്രേക്ഷകർക്കും സ്വാഗതം. മഹാഭാരതത്തിലൂടെ ഒരു തീർത്ഥാടനം എന്ന പ്രഭാഷണ പരമ്പരയുടെ ഈ ആഴ്ചയിലേക്ക് എല്ലാവരെയും പ്രത്യേകം ക്ഷണിച്ചുകൊള്ളുന്നു. നമസ്കാരം. മഹാഭാരതത്തിലൂടെ തീർത്ഥാടനം 23-ാം ഭാഗത്തേക്ക് എല്ലാ പ്രിയപ്പെട്ടവർക്കും സ്വാഗതം. സമാനതകൾ ഏറെയുള്ള മഹാഭാരതത്തിലെ രണ്ട് കഥാപാത്രങ്ങളുടെ വിശേഷങ്ങളുമായി ഈ ഭാഗത്ത് നമുക്ക് യാത്ര തിരിക്കാം. ജന്മം നൽകിയ മാതാപിതാക്കളുടെ സാമീപ്യവും വാത്സല്യവും അനുഭവിക്കാൻ സാധിക്കാത്ത മക്കളെ പോലെ ഈ ലോകത്ത് നിർഭാഗ്യവന്മാരായ മറ്റു വ്യക്തികളുണ്ടോ എന്ന് സംശയമാണ്. അത്തരത്തിലുള്ള രണ്ട് കഥാപാത്രങ്ങളെ നമുക്ക് മഹാഭാരതത്തിൽ കാണാൻ സാധിക്കും. അതിലൊന്ന് ഏത് പ്രതിസന്ധി ഘട്ടങ്ങളെയും ഏത് പ്രതിസന്ധി നിമിഷങ്ങളിലും നറുപുഞ്ചിരിയോടുകൂടി അതിനെ നേരിടുന്ന ഭഗവാൻ കൃഷ്ണനാണ് ആ കഥാപാത്രങ്ങൾ ഒന്ന്. അദ്ദേഹം ജനിച്ചത് കാരാഗ്രഹത്തിൽ. ജന്മം കൊണ്ട് അതേ നിമിഷം അമ്മാവനായ കംസനെ ഭയന്നുകൊണ്ട് ആ കുഞ്ഞിനെ പിതാവായ വസുദേവൻ മറ്റൊരു ദേശത്തേക്ക് മാറ്റുകയാണ്. ജന്മം നൽകിയ കുഞ്ഞിനെ ഒന്ന് താലോലിക്കാൻ സാധിക്കാതെ, മുലപ്പാൽ കൊടുക്കാൻ സാധിക്കാതെ, തന്റെ മകന്റെ ജീവനെ ഭയന്ന് ആ മകനെ തന്നിൽ നിന്ന് പറിച്ചു നടന്നത് വേദനയോടെ നേറുന്ന ഹൃദയത്തോടെ നോക്കി നിൽക്കേണ്ടി വന്ന മാതാവ് ദേവകി. മറ്റൊരു ദേശത്ത് വളർത്തച്ഛനായ നന്ദഗോപന്റെ ഒപ്പവും വളർത്തമ്മയായ യശോദയുടെ ഒപ്പവും തന്റെ ബാല്യ കൗമാരങ്ങൾ ചെലവഴിക്കേണ്ടി വന്ന കൃഷ്ണൻ. ഭഗവാന്റെ അവതാരമായിരുന്നു കൃഷ്ണൻ എന്നുള്ളത് കൊണ്ട് ചിലപ്പോൾ അദ്ദേഹത്തിന്റെ പൂർവ്വ അല്ലെങ്കിൽ ജന്മരഹസ്യം അറിയാമായിരിക്കാം. എന്നാൽ തന്റെ ജന്മരഹസ്യം അറിയാതെ ഒരു നിമിഷം പോലും തന്റെ പെറ്റമ്മയോടൊപ്പം, തന്നെ പ്രസവിച്ച തന്റെ മാതാവിനോടൊപ്പം ചെലവഴിക്കാൻ തന്റെ ജീവിതകാലത്ത് സാധിക്കാതെ ജീവിതത്തിന്റെ ജീവിത യവനികയിൽ നിന്ന് ജീവിതം അവസാനിച്ച കർണൻ എന്ന കഥാപാത്രം മഹാഭാരതത്തിൽ നമുക്ക് കാണാൻ സാധിക്കും. ദുർവാസ മഹർഷിയുടെ വരം പരീക്ഷിച്ച കുന്തിദേവിക്ക് സൂര്യഭഗവാനിൽ ജനിച്ച കർണൻ, ആ കുഞ്ഞ് ജനിച്ചുടൻ അപവാദത്തെ ഭയന്നുകൊണ്ട് മാതാവായ കുന്തിദേവി ആ കുഞ്ഞിനെ പുഴയിലൂടെ ഒഴുക്കി വിടുകയാണ്. ആ കുഞ്ഞ് ചെന്നെത്തിയത് ഹസ്തിനപുരത്തെ സൂത ദമ്പതികളായ സന്താന ഭാഗ്യമില്ലാതെ ദുഃഖിച്ചുകൊണ്ടിരുന്ന അതിരഥന്റെയും രാധയുടെയും കൈകളിലേക്കായിരുന്നു. സന്താന ഭാഗ്യമില്ലാതിരിക്കുന്ന തങ്ങൾക്ക് തങ്ങളുടെ പ്രാർത്ഥനയിൽ ഈശ്വരന്റെ വരദാനമായി തങ്ങൾക്ക് കിട്ടിയ കുഞ്ഞാണ് ഈ കുഞ്ഞ് എന്ന വിശ്വാസത്തോടു കൂടി ആ കുഞ്ഞിനെ കർണൻ എന്ന് നാമകരണം ചെയ്ത് ആ സൂത ദമ്പതികൾ വളർത്തി. പിന്നീടുള്ള കർണന്റെ ജീവിതം എടുത്തു നോക്കിയാൽ നമുക്കറിയാൻ സാധിക്കും. അപമാനങ്ങളുടെ ഒരു പെരുമഴയാണ് അദ്ദേഹം അനുഭവിക്കേണ്ടി വന്നത്. അതിന്റെ ആദ്യത്തെ രംഗം ധാർത്തരാഷ്ട്രന്മാരുടെയും പാണ്ഡവരുടെയും ആയുധാഭ്യാസത്തിന്റെ മാറ്റി തെളിയിക്കുന്ന വേദി ഹസ്തിനപുരത്ത് ഒരുങ്ങിയപ്പോൾ അതിൽ മത്സരിക്കാനായി കർണൻ എത്തിയപ്പോൾ പാണ്ഡവർ സൂതപുത്രനാണ് കർണൻ എന്നും കർണൻ ക്ഷത്രിയരുടെ കൂടെ മത്സരിക്കാൻ അർഹനല്ല എന്നും പറഞ്ഞ് കർണനെ അവഹേളിക്കുന്ന ഒരു രംഗമുണ്ട്. ആ അവഹേളനം ഏറ്റു നിൽക്കുന്ന കർണനെ അവിടെ താങ്ങായി തണലായി വന്നത് ധൃതരാഷ്ട്രന്റെ മൂത്തപുത്രനായ ദുര്യോധനാണ്. പാണ്ഡവർക്കെതിരെ പോരാടുമ്പോൾ തനിക്ക് പറ്റിയ എതിരാളിയായിരിക്കും കർണൻ എന്ന് വിശ്വസിച്ചുകൊണ്ട് അംഗരാജാവായി കർണനെ ദുര്യോധനൻ അവിടെ അഭിഷേകം ചെയ്യുന്നൊരു രംഗം മഹാഭാരതത്തിൽ നമുക്ക് കാണാൻ സാധിക്കും. പിന്നീട് നമ്മൾ കാണുന്നത് തന്റെ പ്രിയപ്പെട്ട മത്സര ശിഷ്യൻ അർജുനാണ് എന്ന് കൽപ്പിച്ചു കൂട്ടിക്കൊണ്ട് അർജുനനോട് പ്രത്യേക വാത്സല്യത്തോടു കൂടി കൗരവർക്കും പാണ്ഡവർക്കും ആയുധാഭ്യാസം നടത്തുന്ന അല്ലെങ്കിൽ പരിശീലനം നടത്തുന്ന ദ്രോണാചാര്യരിൽ നിന്ന് തനിക്ക് വേണ്ടതായ അറിവ് കിട്ടില്ല എന്ന് മനസ്സിലാക്കിയ കർണൻ പരശുരാമനെ സമീപിക്കുന്ന രംഗമുണ്ട്. ബ്രാഹ്മണർക്ക് മാത്രം അധ്യയനം നൽകുന്ന, ബ്രാഹ്മണർക്ക് മാത്രം പരിശീലനം നൽകുന്ന, ബ്രാഹ്മണരെ മാത്രം ശിഷ്യനായി സ്വീകരിക്കുന്ന പരശുരാമന്റെ അടുത്ത് താൻ ബ്രാഹ്മണനാണ് എന്ന് അസത്യം പറഞ്ഞുകൊണ്ടാണ് കർണൻ വിദ്യ അഭ്യസിക്കാൻ ചെല്ലുന്നത്.
പരശുരാമൻ കർണന് വേണ്ട വിദ്യയൊക്കെ പഠിപ്പിച്ചു കൊടുക്കുന്നു. പക്ഷെ പിന്നീട് പരശുരാമൻ തിരിച്ചറിയുകയാണ് കർണൻ ക്ഷത്രിയനാണ്, കർണൻ ഗുരുവായ തന്നോട് അസത്യമാണ് പറഞ്ഞത് എന്ന് പരശുരാമൻ തിരിച്ചറിയുകയാണ്. പരശുരാമനിൽ നിന്ന് കിട്ടിയ ആയുധ അഭ്യാസത്തോടൊപ്പം തന്നെ ഗുരുശാപവും ഏറ്റുവാങ്ങിക്കൊണ്ടാണ് കർണൻ അവിടെ നിന്ന് പോരുന്നത്. ഗുരുവിന്റെ ശാപവും ഏറ്റുവാങ്ങിക്കൊണ്ട്. പിന്നീട് നമ്മൾ കാണുന്നത് ദ്രൗപദ രാജധാനിയിൽ ദ്രൗപദിയുടെ സ്വയംവര വേളയിൽ, ആ സ്വയംവര മത്സരത്തിൽ കർണൻ മത്സരിക്കാൻ കടന്നു വരുമ്പോൾ സൂതപുത്രനെ ഞാൻ ഭരിക്കില്ല എന്ന് അവിടെ കൂടിയ രാജാക്കന്മാരുടെ മുന്നിൽ വെച്ച്, അനേകം രാജ്യങ്ങളിൽ നിന്ന് വന്ന രാജാക്കന്മാരുടെയും മറ്റുള്ളവരുടെയും മുന്നിൽ വെച്ച് ദ്രൗപദി പറഞ്ഞ് കർണനെ അവഹേളിക്കുന്ന രംഗവും നമ്മൾ കാണുകയാണ്. ഇങ്ങനെ അവഹേളനങ്ങളുടെ പട്ടികയിലൂടെയാണ്, അവഹേളനങ്ങളുടെ പെരുമഴയാണ് കർണന് അനുഭവിക്കേണ്ടി വന്നത്. തന്റെ ജന്മരഹസ്യം, ഏറ്റവും നല്ല കുലത്തിൽ പിറന്ന സൂര്യദേവന്റെ മകനായ കർണന് തന്റെ ജീവിതത്തിൽ ഇത്രയും അപമാനങ്ങൾ സഹിക്കേണ്ടി വന്നത് മുജ്ജന്മ സുഹൃതമാണോ എന്നത് സംശയമാണ്. കുരുക്ഷേത്ര യുദ്ധം ആരംഭിക്കാൻ പോകുന്ന ഘട്ടത്തിൽ, കുരുക്ഷേത്ര യുദ്ധത്തിന് തുടക്കമിട്ട ഘട്ടത്തിൽ, അതിനൊരുക്കങ്ങൾ കൂട്ടിക്കൊണ്ടിരുന്ന ഘട്ടത്തിൽ ശ്രീകൃഷ്ണൻ കർണനെ സമീപിക്കുകയാണ്. താൻ കുന്തിപുത്രനാണെന്നും പാണ്ഡവരുടെ ജ്യേഷ്ഠനാണെന്നും പാണ്ഡവരുടെ ഒപ്പം കർണൻ നിൽക്കേണ്ടതാണ് ആവശ്യമെന്നും കടമയെന്നും ശ്രീകൃഷ്ണൻ കർണനോട് പറയുന്ന രംഗമുണ്ട്. ഏറ്റവും അവസാനം മാതാവായി കുന്തിദേവി കർണന്റെ അടുത്ത് ചെല്ലുന്നു. ഞാൻ പ്രസവിച്ച മകനാണ് നീ എന്നും പാണ്ഡവരുടെ ജ്യേഷ്ഠനാണെന്നും പാണ്ഡവർ വിജയിച്ചാൽ രാജ്യം നിനക്കാണെന്നും പറഞ്ഞ് കർണനെ പാണ്ഡവരുടെ കൂടെ കൂട്ടുവാൻ വേണ്ടി പ്രേരിപ്പിക്കുകയാണ്. പക്ഷേ കുന്തിദേവിയും ശ്രീകൃഷ്ണനും തന്നെ സമീപിച്ചത് തന്നോടുള്ള സ്നേഹം കൊണ്ടല്ല, മറിച്ച് പാണ്ഡവരോടുള്ള ഇഷ്ടം കൊണ്ടും പാണ്ഡവരുടെ സംരക്ഷണത്തിനും പാണ്ഡവരുടെ സുരക്ഷിതത്വത്തിനും വേണ്ടിയാണ് എന്ന് കർണൻ തിരിച്ചറിയുകയാണ്. കുന്തിയുടെയും ശ്രീകൃഷ്ണന്റെയും പ്രലോഭനങ്ങളിൽ കർണൻ ചെന്ന് പെടുന്നില്ല. മറിച്ച് തന്നെ അപമാനത്തിൽ നിന്ന് കരകയറ്റിയ, തനിക്ക് നേരിട്ട അപമാനത്തിന്റെ ഓരോ അവസരങ്ങളിലും തനിക്ക് കൈത്താങ്ങായി നിന്ന ദുര്യോധനൻ സഞ്ചരിക്കുന്നത് അധർമ്മത്തിന്റെ വഴിയാണ് എന്ന് കർണൻ തിരിച്ചറിഞ്ഞിട്ടും കൃതജ്ഞതാനിർഭരമായ മനസ്സോടുകൂടി ദുര്യോധനോട് കൃതജ്ഞതാനിർഭരമായ മനസ്സോടുകൂടി കർണൻ ദുര്യോധനന്റെ കൂടെ നിൽക്കുന്ന രംഗമാണ് മഹാഭാരതത്തിൽ നാം കാണുന്നത്. കുന്തി ദേവിയുടെയോ ശ്രീകൃഷ്ണന്റെയോ പ്രലോഭനങ്ങളിൽ വീഴാതെ ദുര്യോധനോടൊപ്പം കർണൻ അവിടെ നിൽക്കുന്ന രംഗം, തന്നെ ഒരു കൈത്താങ്ങായി തനിക്ക് എപ്പോഴും ഒരു സഹായം നൽകിയ ദുര്യോധനെ മറക്കാൻ കർണന് സാധിക്കില്ല. അതുകൊണ്ടാണ് കൃത്യമായി കൃതജ്ഞതാപൂർവം, നന്ദിപൂർവം ദുര്യോധനോടൊപ്പം കർണൻ നിലകൊള്ളുന്നത്. അത് അദ്ദേഹത്തിന്റെ വീരചരമത്തിനുള്ള കാരണമായി തീർന്നിട്ടുണ്ടാകാം. അതോടൊപ്പം തന്നെ കർണന് മറ്റൊരു സവിശേഷമായ ഗുണം, തനിക്കുള്ളതെല്ലാം ദാനം ചെയ്യുക, തന്നോട് ആര് എന്ത് ചോദിച്ചാലും അത് ദാനം ചെയ്യുവാനുള്ള അതൊരു ആദർശം കർണന്റെ മനസ്സിലുണ്ട്. കർണൻ പിറന്നു വീഴുന്നത് സൂര്യന്റെ പുത്രനാണല്ലോ കർണൻ. അങ്ങനെ സൂര്യഭഗവാൻ നൽകിയ കവചകുണ്ടലങ്ങൾ അണിഞ്ഞുകൊണ്ടാണ് കർണൻ പിറന്നു വീഴുന്നത്. ആ കവചകുണ്ടലങ്ങൾ ഉള്ളിടത്തോളം കാലം കർണനെ ആർക്കും തോൽപ്പിക്കാൻ സാധിക്കില്ല. ഇതറിയാവുന്ന ദേവേന്ദ്രൻ തന്റെ പുത്രനായ അർജുനന്റെ രക്ഷയ്ക്ക് വേണ്ടി ബ്രാഹ്മണ വേഷത്തിൽ കർണന്റെ സമീപം എത്തുന്നു. കവചകുണ്ടലങ്ങൾ ദാനമായി യാചിക്കുകയാണ്. ഇത് വളരെ മുൻകൂട്ടി അറിയാവുന്ന സൂര്യഭഗവാൻ തന്റെ പുത്രനായ കർണന് മുന്നറിയിപ്പ് കൊടുക്കുന്നുണ്ട്. പക്ഷേ തന്റെ ആദർശത്തിനാണ് കർണൻ അവിടെ പ്രസക്തി കൊടുക്കുന്നത്. തന്റെ ആദർശമാണ് കർണനെ മുന്നോട്ട് കൊണ്ടുപോകുന്നത്. കവചകുണ്ടലങ്ങൾ തന്റെ പിതാവായ സൂര്യഭഗവാന്റെ മുന്നറിയിപ്പ് അവഗണിച്ചുകൊണ്ട് ആ കവചകുണ്ടലങ്ങൾ ഇന്ദ്രന് കൊടുക്കുന്നു. അത് കർണന്റെ മരണത്തിനൊരു കാരണമായി. നാം മഹാഭാരതത്തിലെ ഓരോ കഥാപാത്രങ്ങളും ഓരോ കഥാസന്ദർഭങ്ങളും നമുക്കൊരു തിരിച്ചറിവ് തരുന്നുണ്ട്. കർണന്റെ ജീവിതത്തിൽ നമുക്ക് കിട്ടുന്നൊരു തിരിച്ചറിവ്, ദാനം പാത്രം പറഞ്ഞേ ചെയ്യാവൂ. അനർഹമായ കരങ്ങളിലേക്ക് ദാനം ചെയ്യാൻ പാടില്ല. ഇന്ദ്രന് കവചകുണ്ടലങ്ങളുടെ ആവശ്യമില്ല. ബ്രാഹ്മണനും കവചകുണ്ടലങ്ങളുടെ ആവശ്യമില്ല. ഏതൊരു ദാനം ചെയ്യണമെങ്കിലും
ഏതൊരു ആദർശങ്ങൾ നടപ്പിലാക്കണമെങ്കിലും നമുക്ക് ആയുസ് വേണം, നമുക്ക് ആരോഗ്യം വേണം, നമുക്ക് സമ്പത്ത് വേണം. നമ്മുടെ ആയുസ്സും ആരോഗ്യവും സമ്പത്തും കെടുത്തിക്കൊണ്ടുള്ള ഓരോ ദാനവും ശരിയല്ല എന്ന് തന്നെയാണ് പറയേണ്ടി വരുന്നത്. കാരണം നമുക്കറിയാം, നമ്മുടെ പല ക്ഷേത്രങ്ങളിലും നമ്മുടെ ശരീരത്തെ ആക്രമിച്ചുകൊണ്ടുള്ള, അല്ലെങ്കിൽ പല ആരാധനാലയങ്ങളിലും നമ്മുടെ ശരീരത്തെ മുറിവേൽപ്പിച്ചുകൊണ്ടുള്ള പല ആരാധനക്രമങ്ങളും നടക്കുന്നുണ്ട്. ഒരു ഭഗവാനും അത്തരത്തിലുള്ള ആരാധനക്രമം വേണ്ട. നമ്മുടെ ശരീരത്തെ വേദനിപ്പിച്ചുകൊണ്ടല്ല ഭഗവാനെയും ക്ഷേത്രങ്ങളിലും ഏത് ദേവാലയങ്ങളിലും പ്രാർത്ഥിക്കേണ്ടത്. അതുപോലെ തന്നെ ശാന്തമായ മനസ്സോടുകൂടിയാണ് ദേവാലയങ്ങളിൽ പ്രാർത്ഥിക്കേണ്ടത്, അല്ലാണ്ട് ശരീരത്തെ മുറിവേൽപ്പിച്ചുകൊണ്ടല്ല. അതുപോലെ ഏതൊരു ആദർശവും, നമ്മുടെ ജീവിതത്തിൽ ഒരു ആദർശം പുലർത്തുന്നുണ്ടെങ്കിൽ നമ്മുടെ ആയുസ്സിനെ കളഞ്ഞുകൊണ്ട്, നമ്മുടെ ആരോഗ്യത്തെ കളഞ്ഞുകൊണ്ട്, നമ്മുടെ സമ്പത്തിനെ കളഞ്ഞുകൊണ്ടുള്ള ആദർശം പുലർത്തുന്നത് മണ്ടത്തരം എന്നേ പറയാൻ സാധിക്കും. കാരണം ആരോഗ്യവും ആയുസ്സും സമ്പത്തും ഉണ്ടെങ്കിലേ ദാനം ചെയ്യാൻ സാധിക്കൂ. കവചകുണ്ടലങ്ങൾ കർണന് ഉണ്ടായിരുന്നുവെങ്കിൽ, കർണൻ അവിടെ വീരമൃത്യു, കുരുക്ഷേത്ര യുദ്ധഭൂമിയിൽ വീരമൃത്യു വരിച്ചില്ലായിരുന്നെങ്കിൽ എത്രയോ വർഷങ്ങൾ കർണന് ദാനധർമ്മങ്ങൾ ചെയ്യാൻ സാധിക്കുമായിരുന്നു. ഈ ഒരു തിരിച്ചറിവ് മഹാഭാരതം തരുന്നുണ്ട് എന്നാണ് എന്റെ വിശ്വാസം. നമ്മുടെ ആരോഗ്യത്തെയും നമ്മുടെ ശരീര ആയുസ്സിനെയും ഒക്കെ കെടുത്തിക്കളഞ്ഞുകൊണ്ടുള്ള ഒരു പ്രാർത്ഥനയും ഒരു ആദർശവും ഒരു ധർമ്മവും നിലനിൽക്കില്ല. ഇത് തിരിച്ചറിഞ്ഞിട്ടാണോ തിരിച്ചറിയാതെയാണോ കർണൻ കവചകുണ്ടലങ്ങൾ ദാനമായി നൽകി? അതിന്റെ ഫലമാണ് നമ്മൾ കാണുന്നത്. കുരുക്ഷേത്ര യുദ്ധഭൂമിയിൽ കർണൻ വീരമൃത്യു വരിക്കുന്നത്. തീർച്ചയായും മഹാഭാരതത്തിന്റെ ഒരു ഏടുകളും നമുക്ക് പല രീതിയിൽ വ്യാഖ്യാനിക്കാമെങ്കിലും നമുക്ക് പല പാഠങ്ങളും പഠിപ്പിച്ചു തരുന്നു ആ ഗ്രന്ഥം എന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. തീർച്ചയായും അടുത്ത ആഴ്ച മറ്റൊരു ഭാഗവുമായി നമുക്ക് വീണ്ടും കാണാം. അതുവരെ എല്ലാവർക്കും നന്ദി, നമസ്കാരം.